സമാധാനത്തെ തകർക്കുന്ന, മനുഷ്യ ജീവിതത്തിൽ അരാജകത്വങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രതിബന്ധമുണ്ടാക്കുന്ന പലിശ എന്ന് പറയുന്ന മാരകമായ വിപത്തിനെതിരെ കർക്കശമായ നിലപാടുള്ളത് ദൈവിക മതത്തിലാണ്. പുരോഹിത മതങ്ങളെ കാലഘട്ടത്തിലും പലിശയോട് ഒട്ടിനിന്നപ്പോ, അതിന് കുടപിടിച്ചപ്പോ, അതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ദൈവിക മതം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, ദൈവിക മതം മനുഷ്യനോട് പറഞ്ഞു, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കച്ചവടം അനുവദിച്ചു തന്നു, പലിശയെ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, പലിശ കച്ചവടത്തെ പോലെ തന്നെയല്ലേ എന്ന ന്യായീകരണം മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് പലിശയെയും കച്ചവടത്തെയും വേർതിരിച്ചുകൊണ്ട് ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്ന് ദൈവിക മതം മനുഷ്യനെ പഠിപ്പിച്ചു. അഹല്ലല്ലാഹുൽ ബൈഅ. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്നും ലോകം അതിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല പൂർണ്ണമായി. വലിയ ഗൗരവത്തോടുകൂടെ ചർച്ച ചെയ്തു. അടിസ്ഥാനപരമായി അതിന്റെ പ്രശ്നം എന്താണ് എന്ന് പരിശോധിച്ചവർ, അതിൽ പഠനം നടത്തിയ ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടു, പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്, പലിശാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികളുടെ മുഴുവൻ കാരണമെന്നും കാതലെന്നും നമ്മളുടെ പഠനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തീർച്ചയായും ദൈവിക മതം മനുഷ്യനോട് പറഞ്ഞു അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും തകർക്കുന്ന എന്തിനേയും നിരോധിക്കുകയും നിഷേധിക്കുകയും സമാധാനത്തോടുകൂടെ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യർ സമാധാനത്തോടെ ജനിച്ച് സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തോടുകൂടെ മരണപ്പെടുക മാത്രമല്ല, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ലോകത്ത് സമാധാനത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക, അതും ദൈവിക മതത്തിന്റെ ലക്ഷ്യമാണ്. പലപ്പോഴും പുരോഹിത മതങ്ങൾ എന്ന് പറയുന്നത് മരണം വരെ മാത്രം മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തുള്ള ലോകം, മരണാനന്തരമുള്ള ലോകം, ദൈവിക മതമാണ് കുറ്റമറ്റ രീതിയിൽ മരണാനന്തര ലോകത്തെക്കുറിച്ച് മനുഷ്യനോട് പറയുന്നത്, മരണാനന്തര ലോകത്തെ രക്ഷയെപ്പറ്റി പറയുന്നത്, മരണാനന്തര ലോകത്തുള്ള സമാധാനത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. നമ്മൾ കാണുന്ന പുരോഹിത മതങ്ങൾ ഏതും പരിശോധിച്ചു നോക്കിയാൽ മുട്ടുശാന്തി മാത്രമാണ്, താൽക്കാലികമായ രക്ഷ മാത്രമാണ്, പെട്ടെന്നുള്ള രക്ഷപ്പെടൽ മാത്രമാണ് പുരോഹിത മതങ്ങൾ മനുഷ്യരോട് പറയുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ. ജീവിതത്തിൽ പുരോഹിത മതങ്ങളെയും പുരോഹിത മതങ്ങളുടെ കേന്ദ്രങ്ങളെയും പുരോഹിത മതങ്ങളുടെ ആസ്ഥാനങ്ങളെയും സന്ദർശിക്കുന്ന അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് താൽക്കാലികമായി തങ്ങളുടെ ജീവിതത്തിലുണ്ടായ, അടുത്ത കാലത്തുണ്ടായ കച്ചവട രംഗത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ, കുടുംബരംഗത്തുണ്ടായ പ്രതിസന്ധികൾ, മാനസികമായി തങ്ങൾക്കുണ്ടായ സംഘർഷങ്ങൾ, ഇതിന്റെയൊക്കെ മുട്ടുശാന്തിക്ക് വേണ്ടിയാണ് പുരോഹിത മതങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് പുരുഷാരങ്ങൾ എത്താറുള്ളത്. ദൈവിക മതം മനുഷ്യനോട് പറയുന്നത് കേവലമായി മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തിലെ കേവല വിജയങ്ങളെ കുറിച്ചല്ല, മരിക്കുന്നതുവരെ സമാധാനത്തോടുകൂടെ ജീവിക്കണം, മരണപ്പെടുമ്പോ സമാധാനത്തോടുകൂടെ മരണപ്പെടണം. മനുഷ്യർ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ദൈവിക മതം ശക്തമായി മനുഷ്യരോട് പറയുന്ന ഒരു കാര്യം അതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഏത് ജാതിയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്കതിനെ സംസ്കരിക്കാം. കുഴിവെട്ടി ആ കുഴിയിൽ കൊണ്ടുപോയി കിടത്തി, വിറക് നിരത്തി അതിന്റെ മുകളിൽ കിടത്തി, നെയ്യൊഴിച്ച് കത്തിച്ച് അതിന്റെ ഭസ്മമെടുത്ത നദിയിൽ എങ്ങനെയാകട്ടെ, ഇതിനൊന്നും അവസരം കിട്ടാതെ ആകാശത്തുകൂടെ വിമാനത്തിലൂടെ പറന്നു പോകുമ്പോ കത്തിപ്പൊട്ടി ചിതറി ഒരു നാമ്പ് പോലും അയാളുടെ എടുക്കട്ടെ, എങ്ങനെയും അവസാനിക്കാം, ഒടുങ്ങാം, നശിക്കാം, മരിക്കാം മനുഷ്യർ. അതിനപ്പുറം അത് കഴിഞ്ഞാൽ അവിടെയാണ് ദൈവിക മതം മനുഷ്യനോട് പറയുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മനുഷ്യരെ എല്ലാവരും മരിക്കും, ചിരഞ്ജീവിയായി ലോകത്ത് ഒരാൾ ഉണ്ടാവില്ല, എക്കാലഘട്ടത്തിലും ജീവിക്കുന്നവൻ അങ്ങനെ ഒരാൾ ലോകത്ത് ഉണ്ടാവില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മനുഷ്യരെ, പരലോകത്താണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ പൂർത്തീകരണം, അതിന്റെ പ്രതിഫലം ലഭിക്കുക അവിടെ നിന്നാണ്. നിങ്ങൾ എന്താ ചെയ്തത് ജീവിതത്തിൽ? നിങ്ങളുടെ സ്വകാര്യങ്ങൾ, നിങ്ങളുടെ പരസ്യങ്ങൾ, നിങ്ങളുടെ രാത്രികൾ, നിങ്ങളുടെ പകലുകൾ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങൾ, നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ലൈംഗിക ജീവിതങ്ങൾ, സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, വർത്തമാനങ്ങൾ എല്ലാം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർ ചെയ്ത തന്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്ത മുഴുവൻ കാര്യങ്ങളും മനുഷ്യരെ അതിനുള്ള പ്രതിഫലത്തിന്റെ പൂർത്തീകരണം മരണപ്പെട്ട്
ദൈവം തമ്പുരാന്റെ അടുക്കൽ മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോകത്ത് വെച്ചാണ് മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക. അതുകൊണ്ട് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു ലോകം പരലോകത്ത് വരാനുണ്ട്. അതുകൊണ്ട് നന്നായി ജീവിക്കണം. നന്നായി ജീവിച്ചാൽ, ഒരു മനുഷ്യൻ നന്നായി ജീവിച്ചാൽ, നന്നായി ജീവിക്കുന്നവന് എങ്ങനെ നന്നായി ജീവിക്കണം എന്ന ചോദ്യത്തിന് അതിന് ദൈവിക നിയമമുണ്ട്. ദൈവികമായ നിയമത്തെ പാലിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം. എന്റെ മനസ്സിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്ന കേവലമായ നന്മകളല്ല, എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കേവലമായ തിന്മകളല്ല, ശരിയാം വണ്ണം മനുഷ്യ സമൂഹത്തിന് മുഴുവൻ അനുയോജ്യമായ നന്മകൾ എന്താണെന്നും മനുഷ്യർക്ക് മുഴുവൻ തടസ്സമായ പ്രതികൂലമായ തിന്മകൾ എന്താണെന്നും ദൈവികമായ സന്ദേശങ്ങളിലൂടെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് വേദഗ്രന്ഥങ്ങൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ആ വേദഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നന്മ ചെയ്യുകയും ആ ദൈവിക സന്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ദൈവിക സന്ദേശങ്ങൾ പാലിക്കുമ്പോൾ അത് പാലിക്കുന്ന വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകും. അതാണ് ദൈവിക സന്ദേശം ഇസ്ലാം. അത് പാലിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അത് ഒരു വ്യക്തി പാലിക്കുമ്പോ അയാൾ ജീവിക്കുന്ന സമൂഹത്തിന് അയാളെ കൊണ്ട് സമാധാനം ഉണ്ടാകും. ഒരു കുടുംബം ദൈവിക നിയമം പാലിക്കുന്ന ഒരു കുടുംബം ഒരു നാട്ടിലുണ്ടാകുമ്പോ ആ കുടുംബത്തെ കൊണ്ട് ആ സമൂഹത്തിന് സമാധാനം ഉണ്ടാകും. ഈ സമാധാനങ്ങളിലെല്ലാം അധിഷ്ഠിതമായ ആകെ ജീവിതത്തെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്ത് കാണണം, എങ്ങനെ മുന്നോട്ട് പോകണം, ജീവിതത്തിൽ എന്തൊക്കെ ആവാം, എന്തെല്ലാം പാടില്ല, ഇതെല്ലാം കൃത്യമായി വളവില്ലാതെ ആശയക്കുഴപ്പങ്ങളില്ലാതെ ഒരു തരത്തിലുള്ള ആശയപരമായ സംഘട്ടനങ്ങളുമില്ലാതെ ഏതൊരു മനുഷ്യബുദ്ധിക്കും കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടാവുന്ന വിധം ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു കോണിനും നിയമമുള്ളതുപോലെ, ആകാശലോകത്ത് ഏതൊരു ഗ്രഹങ്ങൾക്കും നിയമമുള്ളതുപോലെ, ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ അരികും മൂലയും കോണും മുന്നോട്ട് പോകുന്നത് എന്നതുപോലെ ആകാശലോകത്തെ ഗോളങ്ങൾ ഏതെങ്കിലും അവക്കുള്ള നിയമങ്ങൾ ലംഘിച്ചാൽ അവ പരസ്പരം കൂട്ടിമുട്ടുമെന്നതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നതുപോലെ മനുഷ്യർക്ക് ജീവിക്കാൻ ദൈവം തമ്പുരാൻ വരച്ചു കാണിച്ചു തന്ന മാർഗത്തെ വിട്ടുകൊണ്ട് മനുഷ്യർ തെറ്റിപ്പോയാൽ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകും, സംഘർഷഭരിതമാകും, സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, അശാന്തമാകും, അസ്വസ്ഥതകൾ ഉണ്ടാകും, അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവിക നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണം. സാക്ഷാൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക മതം പഠിപ്പിക്കുന്ന ദൈവിക ഗ്രന്ഥത്തിലൂടെ മനുഷ്യർക്ക് അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം നാം എത്ര വിജ്ഞാനമുള്ളവരായാലും, എത്ര വലിയ ബുദ്ധിജീവികളായാലും, നാം എത്ര പഠിച്ചാലും, സയൻസ് നമ്മളോടൊപ്പം ഉണ്ടായാലും, ടെക്നോളജി ഉണ്ടായാലും, മനുഷ്യരുടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. മനുഷ്യർ എന്ന നിലയ്ക്ക് സ്വന്തമായി ശരിതെറ്റുകൾ നാം തീരുമാനിച്ചപ്പോഴെല്ലാം അപകടങ്ങൾ വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യബുദ്ധിയല്ല ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്. ധർമ്മമേതാണെന്നും അധർമ്മമേതാണെന്നും മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് അവനവന്റെ മനസ്സാക്ഷിയല്ല, കേവലമായി ദൈവപ്രോക്ത സന്ദേശങ്ങളാണ്. ദൈവിക സന്ദേശങ്ങളിൽ ശരി എന്ന് പറയുന്നതിന് നമുക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശരിയായി അംഗീകരിക്കാൻ അത് ദൈവിക സന്ദേശമാണെങ്കിൽ അത് അംഗീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവപ്രോക്ത സന്ദേശങ്ങളിൽ തെറ്റെന്ന് പറയുന്നതിന് തെറ്റായി കണ്ട് കരുതി മനസ്സിലാക്കി പിന്മാറാനുള്ള സത്യസന്ധതയും സന്നദ്ധതയും മനുഷ്യർക്കുണ്ടാകണം. എങ്കിലേ മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടാകൂ, അപ്പോഴേ നമുക്ക് സ്വസ്ഥതയുണ്ടാകൂ, അങ്ങനെ നമുക്ക് സ്വൈരമായി ജീവിക്കാനാകൂ. അങ്ങനെയാണ് നമുക്ക് നല്ല മനുഷ്യനാകാനാവുക. എല്ലാവരും മനുഷ്യരോട് പറയും നന്നാകണമെന്ന്, നല്ല മനുഷ്യരാകണമെന്ന്. മനുഷ്യനെ നന്നാക്കാൻ പുരോഹിത മതങ്ങൾക്കാവില്ല. പുരോഹിത മതങ്ങൾ പഠിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളും ആശയങ്ങളും ആദർശങ്ങളും മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ജന്മം കൊള്ളുന്നതാണ്. ദൈവിക മതം മനുഷ്യരെ പഠിപ്പിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. മനുഷ്യർക്ക് തെറ്റുപറ്റും, ദൈവത്തിന് തെറ്റുപറ്റില്ല.
തീർച്ചയായും ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവപ്രോക്ത സന്ദേശമാണെന്ന് 100% ഉറപ്പിക്കാവുന്ന മാർഗദർശനം ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തെ നന്നാക്കാനും നല്ല മനുഷ്യരാകാനും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിനെ പിൻപറ്റണം. അതിനെ അവഗണിച്ചുകൊണ്ട് മനുഷ്യബുദ്ധിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ശരിതെറ്റുകൾ തീരുമാനിച്ചപ്പോഴാണ് നമുക്ക് അപകടമുണ്ടായത്. നമുക്കൊരു കാലഘട്ടത്തിൽ നന്മ എന്ന് തോന്നിയത് 10 കൊല്ലം കഴിയുമ്പോഴോ 20 കൊല്ലം കഴിയുമ്പോഴോ 40 കൊല്ലം കഴിയുമ്പോഴോ തിന്മ എന്ന നിലയ്ക്ക് തിരുത്താനുള്ള സന്നദ്ധത നാം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം മാറുമ്പോ, വർഷം കഴിയുമ്പോ നന്മ തിന്മയാവുകയും തിന്മ നന്മയാവുകയും ചെയ്യുന്ന പരിമിതിയുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ബുദ്ധി. 1960കളിലെ കേരളത്തെ നമുക്ക് വിസ്മരിക്കാനാവില്ല. നക്സലുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വന്നുകൊണ്ട് പണക്കാരന്റെ പത്തായപ്പുരകളിൽ നിന്ന് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ധാന്യമണികൾ ഒഴുകട്ടെ എന്ന വിപ്ലവകരമായ മുദ്രാവാക്യം മുഴക്കി കടന്നു വന്നപ്പോ അതിന് നെഞ്ചിലേറ്റാനും തലയിൽ വെക്കാനും അതിന്റെ കൂടെ നിൽക്കാനും വിപ്ലവ മുദ്രാവാക്യങ്ങളെ സമരവീര്യത്തോടുകൂടെ സ്വീകരിച്ചതിന്റെ ആ മാർഗത്തിൽ മുന്നോട്ട് പോകാനും കേരളത്തിലെ കൗമാരവും യുവത്വവും സന്നദ്ധമായിരുന്നു. 40 കൊല്ലം കഴിയുമ്പോ അത് 60കളിലെ ചെയ്തികൾ തെറ്റായിരുന്നു, അപകടമായിരുന്നു, അബദ്ധമായിരുന്നു, തിന്മയായിരുന്നു, പാടില്ലാത്തതായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. അന്നത്തെ ബുദ്ധിജീവികളാണ്, അന്നത്തെ എഴുത്തുകാരാണ്, അന്നത്തെ ചിന്തകന്മാരാണ്, അന്നത്തെ കഥാകാരന്മാരാണ്, അന്നത്തെ നോവലിസ്റ്റുകളാണ്, അന്നത്തെ കവികളാണ് വിപ്ലവകരമായ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അവർ വലിയ ബുദ്ധിജീവികളായിട്ടും 40 കൊല്ലം കഴിഞ്ഞപ്പോ അവർക്ക് പറ്റിയത് മഹാബദ്ധമായിരുന്നു, വലിയ തെറ്റായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. സഹോദരങ്ങളെ, മാർക്സിസം, കമ്മ്യൂണിസം ലോകത്ത് കടന്നു വന്നു. സ്വകാര്യ സ്വത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്ത് തിന്മയാണ് എന്നാണ് കമ്മ്യൂണിസം ലോകത്തെ പഠിപ്പിച്ചത്. പക്ഷേ കമ്മ്യൂണിസം സ്വകാര്യ സ്വത്ത് തിന്മയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന് കമ്മ്യൂണിസം പറയുന്ന നന്മ ലോകത്ത് നടപ്പിലാക്കാനായില്ലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസം എന്തിനെ തിന്മ എന്ന് പറഞ്ഞുവോ ആ തിന്മയിലേക്ക് ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നാം നമ്മുടെ നേർക്കാഴ്ചയായി കണ്ണുകളെ കൊണ്ട് നേരെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിന്നും ഇന്ന് ജീവിക്കുന്നു. അന്നത്തെ തിന്മ, സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന തിന്മ, കമ്മ്യൂണിസ്റ്റുകാരന് തന്നെ ഇന്നും നന്മയായി മാറിയ, അതാണ് ശരിയെന്ന് പറയുന്ന, അത് നന്മയാണ്, അതുകൊണ്ട് ദോഷങ്ങളില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം. ഞാൻ പറയുന്നത്, കാലഘട്ടം മാറുമ്പോ ഇന്നലകളിലെ നന്മകൾ ഇന്നത്തെ തിന്മയും, ഇന്നലകളിലെ തിന്മകൾ ഇന്നത്തെ നന്മയും പരസ്പരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ദൈവിക മതം മനുഷ്യനോട് പറയുന്നത് വ്യത്യാസങ്ങളില്ലാത്ത കാലാകാലങ്ങളിലെ നന്മകളെക്കുറിച്ചും കാലാകാലങ്ങളിലെ തിന്മകളെക്കുറിച്ചുമാണ്. ദൈവിക മതം സ്വീകരിച്ച എവിടെയും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. ദൈവപ്രോക്ത സന്ദേശങ്ങളിലൂടെ നന്മയെ സ്വീകരിച്ചവർക്ക് 10 കൊല്ലം കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തിരുത്തേണ്ടി വന്നിട്ടില്ല. പുരോഹിത മതങ്ങളിലൂടെ നന്മയെ സ്വീകരിച്ചവർ, ഏത് കാലഘട്ടങ്ങളിൽ പുരോഹിത മതം പഠിപ്പിച്ച നന്മകളെ സ്വീകരിച്ചവരും അത് തെറ്റായിരുന്നു എന്ന് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ജാതീയമായ ഒരു കാലഘട്ടത്തിൽ നാം മനുഷ്യനെ വേർതിരിച്ചു. ഉയർന്ന ജാതിക്കാരനെന്ന്, ക്ഷത്രിയനെന്ന്, ബ്രാഹ്മണെന്ന്, വൈശ്യനെന്ന്, ശൂദ്രനെന്ന്. പുരോഹിത മതമാണ് ലോകത്ത് മനുഷ്യനെ വേർതിരിച്ചത്. നമുക്കത് ബോധ്യപ്പെട്ടു. ഭ്രാന്താലയമെന്ന് നാം നമ്മുടെ നാടിനെ വിളിച്ചു. അത് തെറ്റായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. നമ്മൾ അവിടുന്ന് തിരുത്തി. അത് മതമായിരുന്നുവെങ്കിൽ, അത് ദൈവിക മതമായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് ശരിയും പിന്നീട് അത് തെറ്റുമായി മാറുമായിരുന്നില്ല. ദൈവിക മതം, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ദൈവിക മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ശരിയാണ്, ധർമ്മമാണ്, സത്യമാണ്, നീതിയാണ്, നന്മയാണ്. പക്ഷേ മതം എന്ന നിലക്ക് പലപ്പോഴും വാതിൽ കൊട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ദൈവിക മതമായിരുന്നില്ല, പുരോഹിത മതമായിരുന്നു. സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ നിരന്തരമായി നമ്മുടെ നാട്ടിൽ ആത്മീയതയെ വിമർശിച്ച ആളുകൾ വിമർശിച്ചത് ദൈവിക മതത്തെ ആയിരുന്നില്ല, പുരോഹിത മതത്തെ ആയിരുന്നു. കാലാകാലങ്ങളിൽ പുരോഹിതന്മാർ കയ്യിൽ കിട്ടിയതെന്തും മതത്തിന്റെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ആത്മീയയുടെ മാർക്കറ്റിൽ അത് വിറ്റ് പണമുണ്ടാക്കാമെന്ന് തീരുമാനിച്ചപ്പോ കയ്യിൽ ഒരു രോമം കിട്ടിയാൽ അതുപോലും മാർക്കറ്റ് ചെയ്യാനും കച്ചവടം ചെയ്യാനും പണമുണ്ടാക്കാനും സാധ്യമാകുമെന്ന് പുരോഹിതന്മാർ തിരിച്ചറിഞ്ഞപ്പോ അവിടെ കപട പുരോഹിതന്മാർ കാലാകാലങ്ങളിൽ മതത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോ അവിടെയാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായത്. അതിനെയാണ് ശാസ്ത്രത്തിന്റെ പേരിലോ സാങ്കേതിക വിദ്യയുടെ പേരിലോ അറിവിന്റെ പേരിലോ വിജ്ഞാനത്തിന്റെ പേരിലോ ചോദ്യം ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷപ്പെട്ടത്. ദൈവിക മതവിധ ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത, മനുഷ്യബുദ്ധിക്ക് വിമർശിക്കാനാകാത്ത, സത്യസന്ധമായി പഠിക്കുന്നവർക്കും പരിശോധിക്കുന്നവർക്കും ന്യൂനതകളും പോരായ്മകളും തെറ്റുകളും കണ്ടെത്താനാവാത്ത സുന്ദരമായ, മനുഷ്യർക്ക് ആവശ്യമായ, നമുക്ക് സമാധാനം നൽകുന്ന, ജീവിതത്തെ സുഗമമാകുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും തിരിച്ചറിവും നമുക്ക് സമ്മാനിക്കുന്ന ദൈവപ്രോക്ത
സന്ദേശമായി ദൈവിക മതം ലോകത്ത് നിലനിൽക്കുന്നു. ഇത് നമ്മുടെ രക്ഷക്ക്, നമ്മളെന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ അല്ല, ഒരു സമൂഹത്തിന്റെ അല്ല, ഒരു സമുദായത്തിന്റെ അല്ല, ഒരു കാലഘട്ടത്തിന്റെ അല്ല, മനുഷ്യലോകത്തിന്റെ രക്ഷയ്ക്ക് ദൈവികമായ സന്ദേശങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഇതനുസരിച്ച് ഈ ലോകത്തുനിന്ന് പിരിയുന്നത് വരെ അവസാനത്തെ ശ്വാസം വരെ ദൈവിക മതവും ദൈവപ്രോക്ത സന്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, മുന്നോട്ട് പോയാൽ പരലോകത്ത് നാം മരണപ്പെട്ട് ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ, ഇതേ ശരീരങ്ങൾ നമുക്കുണ്ടാകുമ്പോ ഈ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവുമായി ദൈവം തമ്പുരാന്റെ കോടതിയിൽ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ആളുകൾക്ക് ചോദ്യമാണ്, എല്ലാം തകർന്നു പോയിട്ട്, നുരുമ്പിപ്പോയിട്ട്, ജീർണിച്ചു പോയിട്ട്, മണ്ണിനോട് ചേർന്ന് നശിച്ചു പോയിട്ട് രണ്ടാമതൊരിക്കൽ ഇതേ ശരീരമോ? ബലാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങൾക്ക് ഇതേ തലയും മസ്തിഷ്കവും, അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതേ കൈകാലുകൾ അല്ല, ഇതേ ശരീരം അല്ല. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങളുടെ കൈവിരലിന്റെ തുഞ്ചത്ത് എത്ര ചെറിയൊരു സ്പേസ്, അവിടെയുള്ള രേഖകളുടെ വ്യത്യാസം, കോടിക്കണക്കിന് മനുഷ്യർ ഇത്രയും ചെറിയ സ്ഥലത്ത് കോടിക്കണക്കിന് ഡിസൈൻ വേറെ വേറെ വ്യത്യസ്തമായി അവനവന്റെ ഐഡന്റിറ്റി പ്രത്യക്ഷപ്പെടുത്താൻ തമ്പ് ഇംപ്രഷൻ വിരൽ മഷിൽ മുക്കി കടലാസിൽ വെച്ചാൽ അത് തന്റേത് മാത്രം. അങ്ങനെ ഒരു അടയാളം ലോകത്ത് ഓരോരാൾക്കില്ല. ബല ദൈവം തമ്പുരാൻ രണ്ടാമതൊരിക്കൽ നിങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോ മണ്ണിനോട് ചേർന്ന് പോകട്ടെ, ജീർണിച്ചു പോകട്ടെ, നാമാവശേഷമാകട്ടെ, ഭസ്മമായി നദിയിൽ ഒഴുക്കപ്പെടട്ടെ, ആകാശത്ത് വിമാനത്തിൽ വെച്ച് പൊട്ടിച്ചിതറി എങ്ങോ നഷ്ടപ്പെട്ടു പോകട്ടെ. മനുഷ്യരെ ദൈവം തമ്പുരാൻ നിങ്ങളെ രണ്ടാമതൊരിക്കൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഈ വിരൽ തുമ്പ് പോലും ഇതുപോലെ ദൈവം തമ്പുരാൻ അല്ലതി അൻഷഅകും അവ്വല മറ, ആദ്യം നിങ്ങളെ ആര് സൃഷ്ടിച്ചുവോ അതേ ദൈവം തമ്പുരാൻ രണ്ടാമതൊരു സൃഷ്ടിക്കും. അവന്റെ കോടതിയിൽ മനുഷ്യർ ഒരുമിച്ച് കൂടും. നന്മകൾക്ക് പ്രതിഫലം നൽകും, തിന്മകൾക്ക് ശിക്ഷ നൽകും. ശിക്ഷക്ക് ഖുർആൻ പറയുന്നത് നരകമെന്നാണ്. ദൈവം തമ്പുരാൻ നൽകുന്ന സമ്മാനത്തിന്, നന്മകൾക്ക് നൽകുന്ന പ്രതിഫലത്തിന് ഖുർആൻ പറയുന്നത് സ്വർഗമെന്നാണ്. സ്വർഗത്തിന് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു പേര് സമാധാനത്തിന്റെ ഭവനം, ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം എന്നാണ്. സമാധാനത്തോടെ ജനിച്ച്, സമാധാനത്തോടുകൂടെ ജീവിച്ച്, സമാധാനത്തോടുകൂടെ മരിച്ച്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ആളുകൾക്ക് എത്താനുള്ള മാർഗം പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം. അതാണ് മതം എന്ന നിലക്ക് സമൂഹത്തിന് മുമ്പിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ മതം മനുഷ്യർക്ക് ആവശ്യമാണ് ജീവിക്കാൻ. എങ്ങനെ ജീവിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ എന്റെ കുടുംബത്തോട് എങ്ങനെയാവണം, എന്റെ മക്കളോട് എങ്ങനെയാവണം, എന്റെ ഭാര്യയോട് എങ്ങനെയാകണം, എന്റെ മാതാപിതാക്കളോട് എങ്ങനെയാകണം, എന്റെ അയൽവാസികളോട് എങ്ങനെയാകണം, എന്റെ നാട്ടുകാരോട് എങ്ങനെയാകണം, എന്റെ ശത്രുക്കളോട് എങ്ങനെയാകണം, എന്റെ മിത്രങ്ങളോട് എങ്ങനെയാകണമെന്ന മനുഷ്യബുദ്ധിയിൽ ഉണ്ടാകുന്ന 1000 ചോദ്യങ്ങൾക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രായോഗികമായ മാർഗദർശനങ്ങളും ഉത്തരങ്ങളും മനുഷ്യർക്ക് നൽകാൻ ആ ദൈവിക മതം മനുഷ്യർക്ക് ആവശ്യമാണ്. ആ ദൈവിക മതത്തെ കണിശമായ പഠനങ്ങൾക്ക്, ശക്തമായ പരിശോധനകൾക്ക് തീർച്ചയായും വിധേയമാക്കണമെന്ന്, പഠിക്കണമെന്ന്, ചിന്തിക്കണമെന്ന് ഈ ചർച്ചയെ സജീവമായ നിങ്ങളുടെ ഇടപെടലുകളെ കൊണ്ട്, നിങ്ങളുടെ ചോദ്യം ചെയ്യലുകളെ കൊണ്ട്, നിങ്ങളുടെ വിമർശനങ്ങളെ കൊണ്ട് ഈ വേദിയെ, ഈ സദസ്സിനെ, ഈ പ്രോഗ്രാമിനെ ധന്യമാക്കണേ എന്ന് നിങ്ങളോട് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് സത്യത്തെ സത്യമായി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അത് അനുസരിച്ച് ജീവിക്കാനുമുള്ള ആർജവും തൗഫീഖും സർവശക്തൻ ദൈവം തമ്പുരാൻ കാരുണ്യവാൻ നമ്മെ സൃഷ്ടിച്ചവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, മതവും മനുഷ്യനുമെന്ന ഈ പ്രോഗ്രാമിൻ്റെ സദസ്സിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ചോദ്യം ഈ സദസ്സിലെ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. വിഷയാധിഷ്ഠിതമായ ചുരുക്കി ചോദിക്കുക. ചോദിക്കുന്ന വ്യക്തി സ്വയം പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് മൈക്ക് സദസ്സിലേക്ക് കൊണ്ടുവന്ന് തരും. ചോദിക്കുന്ന വ്യക്തികൾ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. ചോദ്യ സെഷൻ ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖെന്നാണ്. ഹൈന്ദവർ ആരാധിക്കുന്നത് ഏകദൈവത്തെയാണ്. എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് ചോദ്യം. പിന്നെ എന്തിനാണ് വിഗ്രഹാരാധന? അവർ വിഗ്രഹത്തിൻ്റെ മുകളിൽ
നിൽക്കുന്ന സമയത്ത് ഈ വിഗ്രഹം രക്ഷിക്കും അല്ലെ വേറെ ഒന്നല്ല വിചാരം. പക്ഷെ യഥാർത്ഥത്തിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആരോപിക്കുന്നു? പിന്നെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോശമായ വാക്ക് അവരെ കുട്ടി പറയണ്ടല്ലോ, അത് തെറ്റല്ലേ? ഒരു വിവാഹത്തെ മാത്രം സേവിച്ചുകൊണ്ട് കാഫിർ എന്ന പദം എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മതവും മനുഷ്യനും എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ സംക്ഷിപ്തമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യർക്ക് നന്മ എന്താണ് എന്ന് പഠിപ്പിക്കുകയും തിന്മ എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവം തമ്പുരാനെ ആരാധിക്കുകയും അവന്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കുകയും ചെയ്യണമെന്നാണ് എന്നും ആ പഠിപ്പിച്ച പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ് ദൈവിക മതമെന്നും ദൈവിക മതം മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുകയും സകലവിധ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചൂഷണങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നത് എന്നും, എന്നാൽ ദൈവിക മതത്തിന്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ അതിനെ വളച്ചൊടിച്ചും വിളക്കി മാറ്റിയും പുരോഹിതന്മാർ സൃഷ്ടിച്ചെടുത്ത മതങ്ങൾ ദൈവികമായ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുകയും തിന്മകൾ മനുഷ്യരെ പഠിപ്പിക്കുകയും അധാർമികതകളിലേക്ക് മനുഷ്യരെ നയിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ചൂഷണങ്ങൾക്ക് ജനങ്ങളെ വിധേയമാക്കുകയാണ് ചെയ്തു വന്നത് എന്നും ദൈവിക മാർഗനിർദ്ദേശം പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ചൂഷകന്മാരായ പുരോഹിതന്മാർക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വന്നത് എന്നും പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി കൃത്യമായി യാതൊരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് എന്നും ദൈവിക മതത്തിന്റെ ആദർശങ്ങളെ പഠിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിനെയും അതിന്റെ പ്രായോഗിക വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാന്താവിനെയും അനുധാവനം ചെയ്യുകയാണ് വേണ്ടത് എന്നും അതുവഴിയാണ് ഇവിടെ ഇഹലോക ജീവിതത്തിലെ സമാധാനവും മരണാനന്തര ജീവിതത്തിലെ ആത്യന്തികമായി സമാധാനത്തിന്റെ ഭവനമായ സ്വർഗപ്രവേശത്തിനുള്ള അർഹതയും നേടിയെടുക്കാൻ കഴിയുക എന്നുമുള്ള കാര്യങ്ങളാണ് സംക്ഷിപ്തമായി ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി വിഷയകമായ തുറന്ന സംവാദമാണ്. വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിനു വേണ്ടി ചോദിച്ചിട്ടുള്ള ചോദ്യം, സ്രഷ്ടാവിനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കുന്നത്, എന്നാൽ ചില ആളുകൾ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവിടെ
സട്ടാവിനെ തന്നെയാണ് ആരാധിക്കുന്നത്, വിഗ്രഹത്തെയല്ല എന്നതുകൊണ്ട് തന്നെ അത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടിപൂജയെ വിമർശിക്കാത്ത പ്രവാചകന്മാരില്ല, ദൈവദൂതന്മാരില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരെ സട്ടാവിൽ നിന്ന് അകറ്റുകയും മനുഷ്യനും അവന്റെ സട്ടാവും തമ്മിലുള്ള ബന്ധത്തെ ഉലക്കുകയും ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് സൃഷ്ടിപൂജ. മനുഷ്യ മനസ്സുകൾക്കകത്ത് സൃഷ്ടികളോടുള്ള ആരാധനയും പൂജയും അവരോടുള്ള പ്രാർത്ഥനയും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാനുമായി യഥാരൂപത്തിലുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയം മനുഷ്യരുടെ മുന്നിൽ വെച്ചപ്പോ ആ സട്ടാവിനെ മാത്രം ആരാധിക്കേണ്ടത് മനുഷ്യരുടെ മൊത്തത്തിലുള്ള കടമയാണ് എന്ന് പഠിപ്പിച്ചപ്പോ അതുവഴിയാണ് മനുഷ്യരെ സംസ്കരിക്കുവാൻ കഴിയുക എന്ന കാര്യം ഊന്നി പറഞ്ഞത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21, 22 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തു. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇവിടെ ഖുർആൻ മനുഷ്യരെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നമ്മൾ ആരാധിക്കേണ്ടത്, നിങ്ങൾ ആരാധിക്കേണ്ടത് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാകുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എങ്കിലാണ് നിങ്ങൾ ജീവിതത്തെ സൂക്ഷ്മാലുക്കളായി, ജീവിതത്തെ സന്മാർഗനിഷ്ഠമായി നയിക്കുന്ന മുത്തഖികളായി തീരുകയുള്ളൂ. എന്നിട്ട് ആ ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലതി പിന്നെ മനുഷ്യർക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തീർക്കുകയും ഉപരിലോകത്തെ അവർക്കുള്ള മേൽക്കൂരയാക്കി തീർക്കുകയും ആ ഉപരിലോകത്തിൽ നിന്ന് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കിത്തന്ന് അവർക്ക് ആവശ്യമായ സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്ത നാഥൻ. ഈ നാഥനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഈ തത്വത്തിലേക്ക് പ്രവാചകന്മാർ മുഴുവനും മനുഷ്യരെ ക്ഷണിച്ചു. ആ പ്രവാചക പ്രബോധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാനും സാധിക്കും. അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുപാസതേ തദോഭൂയ ഇവതേ തമോ സംഭൂത്യാമൃതഃ. യജുർവേദത്തിലെ വചനമാണ്. ഈശാവാസ്യോപനിഷത്തിലും ഇതേ വചനം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് 12-ാമത്തെ ശ്ലോകമായി. എന്താണ് ഇവിടെ പറയുന്നത്? അന്ധകാരത്തിലാണ് പതിക്കുക, അന്ധകാരത്തിലാണ് പതിക്കുക സൃഷ്ടികളെ ആരാധിക്കുന്നവർ. നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ആരാധിക്കുന്നവർ. സൃഷ്ടിക്കപ്പെടുകയോ പ്രകൃതി വസ്തുക്കളെയോ അതല്ലെങ്കിൽ ഉണ്ടാക്കിയ സാധനങ്ങളെയോ ആരാധിക്കുന്നവരെല്ലാം ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുക. പിന്നെ ആരാധിക്കപ്പെടേണ്ടവൻ ആരാണ്? അനശ്വരനായ സട്ടാവാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ വസ്തുക്കൾ രണ്ടായി തിരിയുന്നു, വസ്തുതകൾ രണ്ടായി തിരിയുന്നു. ഒന്ന് അനശ്വരനായ സട്ടാവ്, മറ്റൊന്ന് അവന്റെ സൃഷ്ടികൾ. സൃഷ്ടികളൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ, സട്ടാവ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച തത്വം. ബൈബിളിലെ 10 കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പന തന്നെ
ഞാനാകുന്നു നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ആരാധ്യന്മാർ നിങ്ങൾക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലും വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ നിങ്ങൾ നിർമ്മിക്കരുത്. പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം. ഞാൻ പറയുന്നത് ഇവിടെ ഈ വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറയുമ്പോൾ ഒരു വശത്ത് സൃഷ്ടാവും മറുവശത്ത് സൃഷ്ടികളും. ഈ സൃഷ്ടികളെ പൂജിക്കാൻ പാടുണ്ടോ? പാടില്ല എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്റെ ചോദ്യകർത്താവിന്റെ വീക്ഷണപ്രകാരം. എന്നാൽ ചില സൃഷ്ടികളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അതിനെ കേവലമായി അതിലൂടെ സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത് എന്ന വാദം. സത്യത്തിൽ ആ വാദം സാധാരണയായി ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത് ഒരു ന്യായീകരണം മാത്രമാണ്. ഇപ്പോൾ മനുഷ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാവുന്ന ആൾ ദൈവങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ആൾ ദൈവങ്ങൾ, അവരെ ആരാധിക്കുന്ന ആളുകൾ ശരിക്ക് ഒരു സൃഷ്ടിയെ ആരാധിക്കുകയാണ്. അവരിൽ ദൈവം കുളികൊള്ളുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ അവതാരമാണ് എന്നോ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ അവർ ജനിക്കുകയും മരിക്കുകയും ചെയ്തവരാണ്. ചിലർ മരിച്ചവരാണ്, ചിലർ ജീവിച്ചിരിക്കുന്നവരാണ്. ഏതായിരുന്നാലും അവർ മരണപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാത്തവരാണ്. ഇനി വിഗ്രഹങ്ങളെ കാര്യമെടുത്താലോ, ഓരോ വിഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ ഓരോ പുണ്യപുരുഷന്മാരുമായി ബന്ധപ്പെട്ടവയാണ്. ആ പുണ്യപുരുഷന്മാർക്കൊരു ചരിത്രമുണ്ട്. ആരുടെ വിഗ്രഹമാണെങ്കിലും ശവകുടീരമാണെങ്കിലും ആരാണെങ്കിലും വിഗ്രഹമാണെങ്കിൽ ഇപ്പൊ ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെയോ യേശുക്രിസ്തുവിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യവാളന്മാരുടെയോ വിഗ്രഹമാണെങ്കിൽ അവരുടെ ഒരു ചരിത്രമുള്ള, ഒരു കാലമുള്ള ഒരു ചരിത്ര പുരുഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ സൃഷ്ടാവ് എന്നുള്ള നിലക്ക് ഒരാരാധനക്കുള്ള ഒരു മൂർത്തിയായി അതിനെ കണ്ടുകൊണ്ട് അതിന്റെ മുന്നിൽ വണങ്ങുമ്പോൾ പോലും ആ വണങ്ങുന്ന ആളുകളുടെ മനസ്സുകൾക്കകത്ത് ദൈവത്തിന്റെ ഗുണഗണങ്ങളായി ഈ ചരിത്ര പുരുഷന്റെ ഗുണഗണങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ടാണല്ലോ ചില പുണ്യപുരുഷന്മാരുടെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നത്. സൃഷ്ടാവിനെ തന്നെയാണ് ഈ പുണ്യപുരുഷന്മാരിൽ ആരാധിക്കുന്നത് എങ്കിൽ ആ സൃഷ്ടാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന, അവർക്ക് ജനനമോ മരണമോ ഇല്ല അവന് എന്നുള്ള വസ്തുത, അത് ഇവർക്ക് ബാധകമല്ലാത്തത് കൊണ്ടാണല്ലോ അവരുടെ ജന്മസ്ഥലത്തെക്കുറിച്ച്, ജന്മഭൂമിയെക്കുറിച്ച്, അവരുടെ ജന്മദിനത്തെക്കുറിച്ചെല്ലാമുള്ള സംസാരങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണ് സൃഷ്ടിയെ പൂജിക്കുന്നത് വഴി അല്ലെങ്കിൽ വിഗ്രഹാരാധന വഴി ശവകുടീരാരാധന വഴി എല്ലാം ഉള്ളത് എന്നത് കേവലം വാദത്തിനു വേണ്ടിയുള്ള വാദം മാത്രമാണ്. നമ്മുടെ മനസ്സുകൾക്കകത്ത് അത് ആരാധ്യ പുരുഷന്മാരാരാണെങ്കിലും അവരെ ആരാധിക്കുമ്പോൾ, അവരെ പൂജിക്കുമ്പോൾ, അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ചിത്രമാണ്, അവരുടെ പരിമിതികളാണ് നമ്മുടെ മനസ്സുകൾക്കകത്തുള്ളത്. ഇനി യഥാർത്ഥ സൃഷ്ടാവിനെ ആരാധിക്കുവാനാണെങ്കിൽ അത്തരമൊരു മൂർത്തിയുടെ ആവശ്യമില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. സൃഷ്ടാവായ തമ്പുരാൻ ആരാധിക്കുവാൻ, സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു മൂർത്തിയുടെ, അങ്ങനെ ഒരു മധ്യവർത്തിയുടെ, അങ്ങനെ ഒരു ചിത്രത്തിന്റെ, അങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ, അങ്ങനെ ഒരു ശവകുടീരത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൃഷ്ടാവ് ആരാണ്? സൃഷ്ടാവ് നമ്മളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ, നമ്മളുടെ മനസ്സുകൾക്കകത്തുള്ളത് പോലും അറിയാവുന്നവൻ, അവൻ കൃത്യമായി നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സർവശക്തനായ സർവോന്നതനായ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, മനുഷ്യരോട് ഏറ്റവും സമീപസ്ഥനായ, ഏറ്റവും അടുത്തുള്ളവനായ, അവന്റെ പ്രാർത്ഥനകൾ ഉത്തരം നൽകുന്നവനായ, അവന്റെ മനസ്സുകൾക്കകത്ത് ഉള്ള അവന്റെ തേട്ടങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിവുള്ളവനായ സൃഷ്ടാവ്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ പരിമിതികളുള്ള നമ്മൾ എന്ത് ചരിത്ര പുരുഷന്മാരെ വെച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്കുള്ള പരിമിതികളെ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. ആ പരിമിതികളുള്ള മനുഷ്യരെ, അതല്ലെങ്കിൽ ഏതെങ്കിലും മൂർത്തികളെ, ആ ആരാധ്യ പുരുഷന്മാരെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടുള്ള ആളുകളെ, അവരെ ദൈവത്തിലേക്കുള്ള മധ്യവർത്തിയായോ ദൈവത്തിന്റെ പ്രതിരൂപമായോ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന, അത് തന്നെയാണ് വേദഗ്രന്ഥങ്ങളെല്ലാം വിലക്കുന്നത്, അത് തന്നെയാണ് വേദഗ്രന്ഥങ്ങളെല്ലാം നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ
വേദഗ്രന്ഥങ്ങളിലെല്ലാം ഇക്കാര്യം കാണാൻ സാധിക്കുകയും ചെയ്യും. തമീശ്വരാണം പരമം മഹേശ്വര താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താത് വിധാമദേവം ഭുവനേശം മീഡ്യമെന്ന് ശേദശതരോപനിഷത്ത് പറയുമ്പോ അത്യുന്നതനായ ഈശ്വരന്മാരുടെ സകല ഐശ്വര്യങ്ങളുടെയും ദാതാവായ, സകല ദേവന്മാരുടെയും ഉന്നതനായ ദേവനായ, സകല യജമാനന്മാരുടെയും ഉന്നതനായ യജമാനനായ അവനെ അറിയണം. അവനാണ് ഈഢ്യങ്ങൾ സമർപ്പിക്കേണ്ടത്, അവനാണ് ആരാധിക്കേണ്ടത്, അവനെയാണ് പൂജിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൃഷ്ടികളെയല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന തത്വം നമുക്ക് കൃത്യമായി പഠിപ്പിക്കുകയാണ് വേദഗ്രന്ഥങ്ങൾ. പക്ഷേ ആ തത്വത്തിൽ നിന്ന് മനുഷ്യർ പിൽക്കാലഘട്ടത്തിൽ പിരിഞ്ഞു പോയതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം കാഫർ എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ആ വിഷയം തുടരാവുന്നതാണ്. സഹോദരങ്ങളെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം കാഫിർ എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ടാണ്. പരിശുദ്ധ ഖുർആനിലും മറ്റും കാഫിർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന ഒരു പദമല്ലേ? അതെന്തുകൊണ്ടാണ് ഖുർആൻ അത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് എന്നാണ് ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു ആദർശം അവതരിപ്പിക്കുകയാണ്. ഈ ലോകത്തുള്ള ഏതൊരാൾക്കും ചിന്തിക്കാനും ആലോചിക്കാനും അംഗീകരിക്കാനുമാവുന്ന ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നത്. നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാതരം വിഭാഗീയതകൾക്കും അതീതമായി മനുഷ്യലോകത്തിന് മുഴുവൻ സ്വീകരിക്കാവുന്ന ഒരാദർശം സമർപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ആ ആദർശം സമർപ്പിച്ച് അത് അംഗീകരിക്കുന്ന ആളുകൾ, ആ ആദർശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അത് അംഗീകരിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഖുർആൻ നൽകുന്ന പേര് സമർപ്പിച്ചവർ എന്നാണ്. അതിന് കീഴ്പ്പെട്ടവർ, കീഴൊതുങ്ങിയവർ, സമർപ്പിച്ചവർ എന്നാണ്. സ്വാഭാവികമായും ഒരാശയം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുകളും അതിനെ എതിർക്കുന്ന ആളുകളും ഉണ്ടാവും. അത് അംഗീകരിക്കുന്ന ആളുകളും അതിനെ തള്ളിക്കളയുന്ന ആളുകളും ഉണ്ടാവും. അതിനെ ഉൾക്കൊള്ളുന്നവരും ഉൾക്കൊള്ളാത്തവരും ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഒരാശയം, മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സത്യസന്ദേശം, മനുഷ്യർക്ക് മുഴുവൻ മാർഗദർശനം നൽകുന്ന, ശരിയും തെറ്റും പഠിപ്പിക്കുന്ന, ധർമാധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരാദർശം, അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളെ ദൈവികമായ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയവർ എന്ന നിലക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. എന്നാൽ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുകയും ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുകയും ആ ദൈവതമ്പുരാൻ ഇറക്കുന്ന, നൽകുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ ശരീരം ദൈവം നൽകിയതാണ്, അവരെ സൃഷ്ടിച്ചത് ദൈവമാണ്, അവരുടെ കണ്ണും കാലും കയ്യും കാതും മനുഷ്യർക്ക് അവർക്ക് ദൈവം തമ്പുരാൻ നൽകിയതാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവർ അനുഭവിക്കുന്ന വിഭവങ്ങളെല്ലാം ദൈവികമാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നൽകപ്പെട്ടതാണ്. എന്നാൽ ദൈവികമായ സന്ദേശങ്ങളോട് മാത്രം വിമുഖത കാണിക്കുക, ദൈവികമായ ആദർശങ്ങൾ അവഗണിക്കുക, ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകളെ നിഷേധിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കുക, അതിന് ആ ആശയത്തിൽ തന്നെ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരേ സമയം ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് നന്ദികേട് കാണിച്ച്
ദൈവപ്രോക്ത സന്ദേശങ്ങളോട് നിഷേധം കാണിക്കുന്നവർ, അതാണ് കഫറ എന്ന പദം കൊണ്ട് അല്ലെങ്കിൽ കാഫിർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. നിഷേധം കാണിക്കുന്നവർ, നന്ദികേട് കാണിക്കുന്നവർ എന്നാണ് ആ പദത്തിന് അർത്ഥമുള്ളത്. ഒരു സംഗതി അറിഞ്ഞ് ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നവർ, മാറ്റിവെക്കുന്നവർ, അതിനെ നിഷേധിക്കുന്നവർ, അതിനെ അവഗണിക്കുന്നവർ, ദൈവികമായ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നവർ എന്നെല്ലാം ഉള്ള അർത്ഥത്തിലാണ് കാഫിർ എന്ന് പ്രയോഗിക്കുന്നത്. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും വേണ്ടി പ്രയോഗിക്കുന്ന പദമല്ല. കാഫിർ എന്ന് പറയുന്നത് ഒരു തെറിപ്രയോഗമായിരുന്നെങ്കിൽ, കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരാളെ ചീത്ത പറയാനുള്ള ഒരു പ്രയോഗമായിരുന്നുവെങ്കിൽ അതൊരിക്കലും കർഷകന് പ്രയോഗിക്കുന്ന രീതി ഉണ്ടാകുമായിരുന്നില്ല. വിത്ത് മുളക്കാനുള്ള വിത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ കാഫിർ എന്ന് പ്രയോഗിക്കും, കർഷകനെ കാഫിർ എന്ന് പ്രയോഗിക്കും. ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ്, ആദർശാധിഷ്ഠിതമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ആ പദം പ്രയോഗിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയെയോ മതവിഭാഗത്തെയോ ഒരു പ്രത്യേക വർഗത്തെയോ ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ ഉള്ള പദമല്ല. പരിശുദ്ധ ഖുർആന്റെ തെറിപ്രയോഗമല്ല. ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതും ആ രൂപത്തിൽ അതിനെ പരിചയപ്പെടുത്തുന്നതും ഖുർആനിന്റെ ആശയങ്ങളോട് കാണിക്കുന്ന തീർച്ചയായും കയ്യേറ്റമാണ് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആശയങ്ങൾ അത് സ്വീകരിക്കുന്നവർ മുസ്ലിമാണ്, ഉൾക്കൊണ്ടവരാണ്, കീഴ്പ്പെട്ടവരാണ്. അതിനെ നിഷേധിക്കുന്നവർ, അതിനോട് ദൈവികമായ സന്ദേശങ്ങളെ നിഷേധിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നവർ, അവർ നിഷേധികളാണ്, അഥവാ കാഫിറുകളാണ്. ആ അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ കഫറ, കാഫിർ എന്ന പദങ്ങളെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എൻ്റെ പേര് സലീം, ചാവക്കാടാണ് വീട്. ഇസ്ലാമിൽ രാഷ്ട്ര രൂപീകരണത്തിലുള്ള പങ്ക് എത്രത്തോളമാണ്? സെക്കൻഡ് വൺ, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തുന്ന ആളുകളുടെ ന്യായമാണോ എന്ന ചോദ്യം ആണ് എനിക്കൂടെ ചോദിക്കാനുള്ളത്. ഇസ്ലാമിൽ രാഷ്ട്ര സംസ്ഥാപനത്തിനുള്ള നിയമങ്ങൾ എത്രത്തോളമാണ്? ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് രാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇസ്ലാം വ്യക്തിയുടെ സംസ്കരണത്തിൽ ഊന്നുന്ന ഒരു പരിവർത്തന പ്രസ്ഥാനമാണ്. ഇസ്ലാം സംസാരിക്കുന്നത് വ്യക്തിയോടാണ്. വ്യക്തിയെയാണ് ഇസ്ലാം സംസ്കരിക്കുന്നത്. വ്യക്തിയോട് സംസ്കരിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഒരു വ്യക്തി അയാളൊരു കുടുംബത്തിലെത്തുമ്പോൾ കുടുംബം എങ്ങനെയാകണമെന്നും ആ കുടുംബത്തിൽ നിലനിൽക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാകണമെന്നും ആ കുടുംബത്തിലെ പാരസ്പര്യ നിയമങ്ങൾ എത്രത്തോളം ദൈവികമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കണമെന്നും കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഭർത്താവും ഭാര്യയും മക്കളും അതേപോലെ തന്നെ സഹോദരീ സഹോദരന്മാരുമെല്ലാം പരസ്പരം സ്വീകരിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ പാഠം വഴി ഇസ്ലാമികമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ കുടുംബാന്തരീക്ഷത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതേപോലെ തന്നെ ഇസ്ലാം സാമൂഹികമായ നിയമങ്ങളും പഠിപ്പിക്കുന്നു. ഇസ്ലാമിലെ സാമൂഹിക നിയമങ്ങളിൽ ഒരു വ്യക്തി അയാൾ പൂർണ്ണമായും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉൾക്കൊള്ളുന്ന രാജ്യത്ത് ഒരാൾ മാത്രം ഇസ്ലാം സ്വീകരിക്കുകയും അയാൾ മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും അയാൾ പൂർണ്ണ മുസ്ലിമാണെന്നും ആ പൂർണ്ണ മുസ്ലിം ഇങ്ങനെയുള്ള രാജ്യത്ത് എങ്ങനെ ജീവിക്കേണ്ടതുണ്ട് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു രാജ്യം ഒരാളെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് നിലപാടാണ് അയാൾ സ്വീകരിക്കേണ്ടത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
നിലപാടുകളിലൂടെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. അതേസമയം ഒരാൾ ഒരു രാജ്യത്തിന്റെ അധിപനായി തീരുകയും ഒരു സമൂഹത്തിൽ മുസ്ലിം സമൂഹം ഭൂരിപക്ഷമായി തീരുകയും അങ്ങനെ ആ സമൂഹത്തിന്റെ പ്രതിനിധിയായി ആ സമൂഹത്തിന്റെ ഭരണാധികാരിയായി ഒരു മുസ്ലിം കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അയാൾ അനുധാവനം ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി ആ സമൂഹത്തിൽ നടപ്പാക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ ഇസ്ലാം രാഷ്ട്രീയ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു മുസ്ലിം ഭരണാധികാരി അയാൾ അനുധാവനം ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അയാൾ സമൂഹത്തെ എങ്ങനെ നയിക്കണം, ഒരു മുസ്ലിം പ്രജ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിം പ്രജയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. ആ പാഠങ്ങൾ